വർക്കൗട്ട് ചെയ്യുമ്പോൾ സ്ക്വാട്ട് ചെയ്യാറില്ലേ? ദേ ഈ ഒരു വലിയ കോമൺ മിസ്റ്റേക്ക് ഒരുപാട് പേർക്ക് കാൽമുട്ടിന് ഇഞ്ചുറി ഉണ്ടാക്കുകയും വർക്കൗട്ടിൻ്റെ റിസൾട്ട് കുളമാക്കുകയും ചെയ്യുന്നുണ്ട്. പേടിക്കേണ്ട, ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഇത് ഈസിയായി കറക്റ്റ് ചെയ്യാൻ പറ്റും. ഈ മോഡൽ ശരിക്കും സ്ക്വാട്ട് ചെയ്യുന്നത് നോക്കൂ. ഹീൽസ് നിലത്ത് ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. ഹിപ്പ് പിന്നിലേക്ക് തള്ളിയാണ് സ്ക്വാട്ട് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ വെയിറ്റ് നമ്മുടെ ഹിപ്പിനും ഗ്ലൂട്ട്സിനും ഒക്കെ വളരെ സേഫായി ഷെയർ ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് മസിൽ ബിൽഡ് ആവുന്നതും ഫാറ്റ് കുറയുന്നതും സ്റ്റാമിന കൂടുന്നതും ഒക്കെ. എന്നാൽ ദേ ഈ സ്ക്വാട്ട് ഒന്ന് നോക്കൂ. ഇവിടെ ഹീൽസ് ഗ്രൗണ്ടിൽ ഉറപ്പിക്കാതെ മുകളിലേക്ക് പോകുന്നത് കണ്ടോ? ഒരുപാട് പേർക്ക് പറ്റുന്നൊരു മിസ്റ്റേക്കാണിത്. അടുത്ത തവണ സ്ക്വാട്ട് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോളൂ, നമ്മൾ അറിയാതെ ഹീൽസ് ഇങ്ങനെ പൊങ്ങുന്നുണ്ടോ എന്ന്. ഇങ്ങനെ ഹീൽസ് പൊങ്ങുമ്പോൾ പ്രഷർ മുഴുവനും കാൽമുട്ടിലേക്കാണ് വരുന്നത്. സ്ക്വാട്ട് ചെയ്തിട്ട് മുട്ടുവേദന വരാനുള്ള നമ്പർ 1 കാരണം ഇതാണ്. മാത്രമല്ല ഗ്ലൂട്ട്സിന് ലോഡും വരില്ല. അതോടെ ഈ സ്ക്വാട്ടിന്റെ പർപ്പസ് തന്നെ വേസ്റ്റ് ആയിപ്പോയി. തീർന്നില്ല, ലോഡ് കാരണം കാൽമുട്ട് അകത്തേക്ക് വളയും, ഇഞ്ചുറി ഉണ്ടാവുകയും ചെയ്യും. കേട്ടിട്ട് ടെൻഷനായോ? സാരമില്ല എന്നേ, നമ്മളൊക്കെ മനുഷ്യരല്ലേ, മിസ്റ്റേക്ക് ഒക്കെ പറ്റും. നമുക്കിത് ഇനി പറ്റാതെ നോക്കാം. വളരെ ഈസിയാണ്. ഹീൽസ് ഡൗൺ, ഹിപ്സ് ബാക്ക്, ഇതാണ് കറക്ഷൻ മന്ത്രം. സ്ക്വാട്ട് ചെയ്യുന്നതിന് മുമ്പ് കാല് നിലത്ത് അമർത്തി പ്രസ് ചെയ്യുന്നതായി സങ്കല്പിക്കുക. എന്നിട്ട് ഹിപ്പ് പിന്നോട്ട് തള്ളി വേണം സ്ക്വാട്ട് തുടങ്ങാൻ. ഇവിടെ ഒരിക്കലും കാൽമുട്ട് മുന്നോട്ട് തള്ളി സ്റ്റാർട്ട് ചെയ്യരുത്. കാൽമുട്ട് കണങ്കാലിന്റെ അലൈൻഡ് ആണ് എന്ന് ഉറപ്പുവരുത്തണം. ചെസ്റ്റ് നിവർത്തി നട്ടെല്ല് ന്യൂട്രൽ പൊസിഷനിലാക്കി ഹിപ്പ് പിന്നിലേക്ക് തള്ളി ഒരു ചെയറിലേക്ക് ഇരിക്കുന്നത് പോലെയാണ് സ്ക്വാട്ട് ചെയ്യുന്നത്. ഈ ഒരു കാര്യം ശരിയാക്കിയാൽ തന്നെ ഫാറ്റ് കുറച്ചും മസിൽ ബിൽഡ് ചെയ്തും ഒക്കെ നല്ല ഉഗ്രൻ റിസൾട്ട് സ്ക്വാട്ട് തരും. അപ്പോൾ അടുത്ത ലെഗ് ഡേക്ക് വേണ്ടി ഈ വീഡിയോ സേവ് ചെയ്തോളൂ. സ്ക്വാട്ട് ചെയ്യുന്ന ഫ്രണ്ടിന് ഷെയർ ചെയ്യാനും മറക്കേണ്ട.